RDX ആദ്യ വിഷയത്തിലേക്ക് RSS സ്ഥാപകൻ കേശവ് ബലിറാം ഹെഡ്ഗേവാറിനെ ചൊല്ലി പാലക്കാട് തുടങ്ങിയ വിവാദം സംഘർഷത്തിന്റെയും വെല്ലുവിളിയുടെയും ഭീഷണിയുടെയും നിലവിട്ട് പൊരിഞ്ഞ കൂട്ടത്തല്ലിൽ എത്തിയ ദിവസമാണ് ഇന്ന്. കൗൺസിൽ ഹാളിൽ ജനപ്രതിനിധികളുടെ അസഭ്യവും അടികലശലവും ചാടി ചവിട്ടും തടയും തത്സമയം കേരളമാകെ ഇന്ന് കണ്ടു മിനിറ്റുകളോളം. പാലക്കാട് നഗരസഭ പുതുതായി തുടങ്ങുന്ന ബഡ് സ്കൂളിന് എന്തു വന്നാലും RSS സ്ഥാപകന്റെ പേരിടും കട്ടായമെന്ന് BJP. എന്ത് വില കൊടുത്തും അത് തടയുമെന്ന് കോൺഗ്രസും ഇടതുപക്ഷവും. അടിപിടിയിൽ ഇരുഭാഗത്തെയും കൗൺസിലർമാർക്ക് പരിക്ക് പറ്റി. ജനപ്രതിനിധികളല്ലേ എന്ന പരിഗണനയിൽ പോലീസ് ആദ്യം കായികമായി ഇടപെടാൻ മടിച്ചു. അടിയുടെ മൂപ്പ് കൂടിയതേയുള്ളൂ. ഇടയ്ക്ക് നല്ല തെറിയും പറയുന്നുണ്ടായിരുന്നു മുതിർന്ന BJP നേതാവ് N. ശിവരാജൻ. കൗൺസിലർമാർക്ക് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ്, DYFI, BJP പ്രവർത്തകരും കൗൺസിൽ ഹാളിനകത്തേക്ക് എത്തിയതോടെ കൂട്ടത്തല്ലായി മാറി. എന്താണ് പാലക്കാട് നഗരസഭയിലെ സംഘർഷം? എവിടെ ഇത് തുടങ്ങി? എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. 55 അജണ്ടകൾ ചർച്ച ചെയ്യാനാണ് ഇന്ന് കൗൺസിൽ യോഗം ചേർന്നത്. ബഡ് സ്കൂളിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്ന കാര്യം ഇതിൽ 10ാമത്തെ അജണ്ടയായിരുന്നു. യോഗം ആരംഭിച്ചതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷ കൗൺസിലർമാർ ചേംബറിന്റെ മുന്നിലെത്തി. ഇതോടെ മുഴുവൻ അജണ്ടകളും പാസ്സായെന്ന് പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ ഇറങ്ങി. പിന്നീട് കൗൺസിൽ ഹാളിൽ നടന്നത് കൂട്ടയടി. LDF, UDF കൗൺസിലർമാർ ഒരു വശത്തും BJP കൗൺസിലർമാർ മറുവശത്തും. സന്ദർശക ഗ്യാലറിയിലുണ്ടായിരുന്ന ഭരണ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരും അടിയിൽ ഒപ്പം കൂടിയതോടെ കൂട്ടപ്പൊരിച്ചിലായി. കൂട്ടയടിയിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 12 BJP കൗൺസിലർമാർക്കും 4 പ്രതിപക്ഷ കൗൺസിലർമാർക്കും പരിക്കേറ്റെന്ന് പരാതിയുണ്ട്. പോലീസ് എത്തിയിട്ടും സംഘർഷത്തിന് ഒട്ടും അയവുണ്ടായില്ല. ബഡ് സ്കൂളിന് ഹെഡ്ഗേവാറിന്റെ പേര് വെക്കാൻ സമ്മതിക്കില്ലെന്ന് പ്രതിപക്ഷവും 1 ഇഞ്ച് പിന്നോട്ടില്ലെന്ന് BJPയും വ്യക്തമാക്കിയതോടെ പാലക്കാട്ടെ സംഘർഷം ഇനിയും തുടരാനാണ് സാധ്യത. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇന്ന് പാലക്കാട് നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന അടി മാധ്യമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്ത ആ കൂട്ടയടി ചെറിയ ഉന്തും തൊള്ളും കൂട്ടപ്പൊരിച്ചിലുമല്ല, കൈവീശി അടിച്ചും ഒഴിഞ്ഞു മാറിയും ചാടി ചവിട്ടിയുമെല്ലാം അസൽ സംഘട്ടനം. ജനാധിപത്യത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ആ ദൃശ്യം ഒരിക്കൽ കൂടി കാണാം. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയത് RSS പറയുന്ന കാര്യം നടപ്പിലാക്കാനാണെന്ന് BJP നേതാവ് N. ശിവരാജൻ പറഞ്ഞു. ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ ഇടുമെന്നും ശിവരാജൻ അതിശക്തമായിട്ട് പറഞ്ഞു. ഇത് പുല്ലാണ്, ഇതിന്റെ വില പോലും കൊടുക്കുന്നില്ല ഈ പ്രതിഷേധം. ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ ഇടും, യാതൊരു സംശയമില്ല. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയത് ജനങ്ങളെ RSS പറഞ്ഞ കാര്യം നടപ്പാക്കാനല്ല. ഈ ഏറാമ്പാടി കൃഷ്ണനായനാരുടെ പാർട്ടി പറഞ്ഞ് നടപ്പാക്കാനോ ജിന്നയുടെ പാർട്ടി പറഞ്ഞ് നടപ്പാക്കാനല്ല. ഞങ്ങളത് ചെയ്യും. ആരെതിർക്കുന്നത് ഇരിക്കണം അല്ലെങ്കിൽ പോയിക്കോട്ടെ. അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധിയുടെ നീരാളപ്പെടുത്തി ജയിലിൽ കിടന്ന് വന്നവനാ. ഇതൊന്നും എനിക്ക് പുല്ലാണിത്. ഇത് പ്രതിഷേധമാണ്. നമുക്ക് വിശദമായിട്ട് മറ്റ് കാര്യങ്ങൾ കൂടെ പരിശോധിച്ചിട്ട് വരാം. അടി തുടങ്ങിയത് നമുക്കറിയാം, ഇങ്ങനെയാണ് അടി തുടങ്ങിയത്. അതായത് നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിട്ടതിനെ ചൊല്ലി ഏപ്രിൽ 11-ാം തീയതിയാണ് ആദ്യ സംഘർഷമുണ്ടായത്. തറക്കല്ലിടൽ ചടങ്ങിലേക്ക് യൂത്ത് കോൺഗ്രസും DYFIയും പ്രതിഷേധ പരിപാടി തന്നെ നടത്തി. യൂത്ത് കോൺഗ്രസ് തറക്കല്ല് മണ്ണിട്ട് മൂടി വാഴ നട്ടു. അതിന്മേൽ DYFI ശിലാഫലകം തകർത്തു. ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെ നിർമ്മിക്കുമെന്ന വെല്ലുവിളിയുമായിട്ട് BJP അന്ന് തന്നെ രംഗത്ത് വന്നു. സംഘർഷവും പുറവിളിയൊക്കെ ഉണ്ടായി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊലവിളി പ്രസംഗവുമായിട്ട് BJP നേതാക്കൾ വന്നു. കാൽ തറയുള്ളിൽ ഉണ്ടാകില്ലെന്നും തല ആകാശത്ത് കാണേണ്ടി വരുമെന്നും ഭീഷണി അന്നത്തെ പ്രസംഗത്തിലുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെല്ലുവിളിച്ച് ഓഫീസുകളിലേക്ക് പ്രകടനവുമായി BJPയും കോൺഗ്രസും എത്തി. പോലീസ് വിളിച്ച സർവകക്ഷി യോഗം കോൺഗ്രസ് ബഹിഷ്കരിച്ചു. പിന്നീട് ഹെഡ്ഗേവാർ ആരാണ് എന്ന കാര്യം നമ്മൾ അന്ന് വിശദമായിട്ട് പരിശോധിച്ചാണ്. കേശവ് ബലിറാം ഹെഡ്ഗേവാർ RSSന്റെ സ്ഥാപകനാണ്. RSS പ്രവർത്തകർക്കെല്ലാം ആരാധ്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം. 1925 RSS സ്ഥാപിച്ചു. സംഘടനയുടെ ആദ്യ സർസംഘചാലകാണ് ഡോക്ടർ ജി എന്നറിയപ്പെടുന്ന ഹെഡ്ഗേവാർ. ഡോക്ടർ ജി എന്നാണ് അദ്ദേഹം അനുയായികൾക്കിടയിൽ ഇപ്പോഴും അദ്ദേഹം അറിയപ്പെടുന്നത്. ഡോക്ടർ ജി എന്നാണ് ഡോക്ടർ ഹെഡ്ഗേവാർ. പ്രധാന സ്വാധീനമായത് സവർക്കറിൻ്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമായിരുന്നു. അതെല്ലാം നമുക്കിപ്പോൾ അറിയാവുന്നതാണ്. പ്രധാന സ്വാധീനമായത് സവർക്കറിൻ്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമാണ്. ആദ്യകാല പ്രവർത്തനം അനുശീലൻ സമിതിയുമായിട്ട് ചേർന്നിട്ടാണ്. അക്കാലത്ത് അനുശീലൻ സമിതിയുമായിട്ട് ചേർന്നിട്ടാണ്. ബാലഗംഗാധര തിലകിൻ്റെ കാലത്ത് കോൺഗ്രസ് പ്രക്ഷോഭങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. ഖിലാഫത്ത് സഹകരണത്തിൽ വിയോജിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് അകലുകയായിരുന്നു അദ്ദേഹം.
പ്രസ്ഥാനത്തിൽ നിന്ന് RSSലൂടെ ശാഖ എന്ന ആശയം ആവിഷ്കരിച്ചു. പിന്നെ ശ്രദ്ധ ഹിന്ദുത്വയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തും. പാലക്കാട് മുഹമ്മദ് അലി ജിന്നയുടെ പേരിൽ സ്ട്രീറ്റ് ഉണ്ടെന്ന് BJP ഇന്ന് ആരോപിച്ചു. ജിന്നയുടെ പേരിലും റോഡുണ്ടോ എന്ന ചോദ്യം അവിടെയുണ്ട്. മഞ്ഞക്കുളം മുതൽ വിത്തുണി വരെയുള്ള പ്രദേശമാണ് ജിന്ന സ്ട്രീറ്റ് എന്നാണ് BJP ഇന്ന് പറഞ്ഞത്. ജിന്നയുടെ പേര് മാറ്റിയിട്ട് ചേറ്റൂർ ശങ്കരൻ നായരുടെ പേര് ആ റോഡിന് നൽകണമെന്നാണ് BJP ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചേറ്റൂരിൻ്റെ പേര് നൽകാൻ BJP അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. ഈ അടിക്ക് ശേഷം നമ്മൾ നേരത്തെ കണ്ട അടിക്ക് ശേഷം കോലീബിയുടെ ഹെഡ്ഗേവാർ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള റോഡ് ഹെഡ്ഗേവാർ റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. RSS കാര്യാലയത്തിന് മുന്നിലെ റോഡിന് ഹെഡ്ഗേവാറിൻ്റെ പേര് ആദ്യം നിർദ്ദേശിച്ചത് 1988-ലാണ്. അന്ന് നഗരസഭ ഭരിച്ചിരുന്ന ഇടതുപക്ഷം നിർദ്ദേശത്തെ എതിർത്തു, അനുവദിച്ചില്ല. 92-93 കാലത്ത് ഹെഡ്ഗേവാറിൻ്റെ പേര് നിർദ്ദേശിച്ച് BJP നേതാവ് MS കുമാറിൻ്റെ പ്രമേയവും തിരുവനന്തപുരത്ത് വന്നു. കോൺഗ്രസ് മുസ്ലിം ലീഗ് പിന്തുണയോടെ BJP പ്രമേയം പാസ്സായി. റോഡിന് ഹെഡ്ഗേവാറിൻ്റെ പേരിട്ടു. അതുകൊണ്ടാണ് കോലീബി എന്ന് പറയുന്നത്. ഇതിന് മുകളിൽ ഹെഡ്ലൈനിൽ ആ കാലയളവിൽ നഗരസഭ ഭരിച്ചിരുന്നത് കോൺഗ്രസും ലീഗും BJPയും ചേർന്ന താൽക്കാലിക സംവിധാനമായിരുന്നു. അക്കാലത്താണ് ആ പേര് വന്നത്. CPIMന്റെ കടുത്ത എതിർപ്പിനിടെ നഗരസഭാ ഭരണസമിതി പ്രമേയം പാസ്സാക്കുകയായിരുന്നു. അന്ന് BJPക്ക് തിരുവനന്തപുരം നഗരസഭയിൽ 6 കൗൺസിലർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും ആ പേര് പാസ്സായി എന്നാണ്. ഇപ്പോഴും ഔദ്യോഗിക രേഖകളിൽ ഈ റോഡിൻ്റെ പേര് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് എന്നാണ്. ഫോർട്ട് ഹൈസ്കൂൾ മുതൽ വാഴപ്പള്ളി ജംഗ്ഷൻ വരെയാണ് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് തിരുവനന്തപുരത്തുള്ളത്. അതുകൂടെ നമുക്കൊരു അഡീഷണൽ വിവരമാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് ഹെഡ്ഗേവാറിൻ്റെ രാഷ്ട്രീയം എന്തുകൊണ്ട് ഇതൊരു വലിയ വിവാദമാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി സംസാരിച്ച് പോയതാണ്. അപ്പോൾ നമുക്കൊരു അഡീഷണൽ വിവരമുള്ളത് തിരുവനന്തപുരത്ത് അങ്ങനെ റോഡുണ്ട്. ആ റോഡ് പക്ഷേ BJPക്ക് നിസ്സാരമായിട്ടുള്ള അംഗങ്ങൾ മാത്രമേ ഉള്ളപ്പോൾ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ ആളുകൾ കൂടെ ചേർന്നിട്ടാണ് ആ പേര് നൽകിയതെന്നാണ്. ഇന്നത്തെ സംഭവങ്ങൾ എങ്ങനെ കാണണം? അതാണ്, അതായത് ആ പേരൊക്കെ കൊടുക്കുന്ന കാലത്ത് രാഷ്ട്രീയം ഇത്രമേൽ ഇങ്ങനെ ഈ മട്ടിൽ മാറി മറിഞ്ഞിരുന്നില്ല. അതിന് മുമ്പുള്ള കാലത്ത് വന്ന പേരുകളായിരിക്കും ഇതൊക്കെ. 88-ലൊക്കെ വന്ന പേരുകളാണ്. ആ സമയത്ത് ഇങ്ങനെ ഈ മട്ടിൽ തീവ്രമായി 88-ൽ ഒന്നാമത്തെ കാര്യം 88-ൽ RSSന്റെ ഒരു സംവിധാനം രാജ്യം ഭരിക്കുമെന്നുള്ള ചിന്ത പോലും ആ സമയത്തില്ലല്ലോ. ആ സമയത്ത് വന്നിട്ടുള്ള പേരുകളാണ്. ഇപ്പോൾ ഇതിൽ കൃത്യമായി പരസ്പരം ഏറ്റുമുട്ടാവുന്ന എല്ലാ സാഹചര്യങ്ങളും വന്നു ചേർന്നിരിക്കുന്നു. ഇപ്പോൾ കർണാടകത്തിൽ നമുക്കറിയാമല്ലോ സനീഷേ, നേരത്തെ പാഠഭാഗം ആക്കി ഹെഡ്ഗേവാറിൻ്റെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നതാണ് BJP സർക്കാർ. പക്ഷേ അവിടെ പിന്നീട് കോൺഗ്രസ് സർക്കാർ വരുമ്പോൾ ആ പാഠഭാഗങ്ങളെല്ലാം ഒഴിവാക്കുന്ന സമീപനമാണ് 2023 ഉണ്ടായത്. അപ്പോൾ ഈ ഏറ്റുമുട്ടൽ പലതരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ്. ഈ ആകെപ്പാടെ ഹെഡ്ഗേവാറിൻ്റെ പേര് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതായത് ഏതെങ്കിലും സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹിമാചൽ പ്രദേശിലെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ചെയറിന് മാത്രമാണ് അങ്ങനെ ഒരു പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് RSSന് അറിയാത്തത് കൊണ്ടല്ല. നേരത്തെ ഇതിനു മുമ്പ് വാജ്പേയിയുടെ ഭരണമുണ്ടായിരുന്നു, അതിനുശേഷം നരേന്ദ്രമോദി സർക്കാർ ഇത്രയും കാലമായി ഭരിക്കുന്നു. അപ്പോഴൊന്നും ഹെഡ്ഗേവാറിൻ്റെ പേര് ഉൾപ്പെടുത്താത്തതിന് കാരണം ഈ മട്ടിലുള്ള ഒരു ചർച്ച RSS ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ആലോചന RSSുമായി ഉണ്ടായിട്ടില്ല. അതിനു മുൻപ് തന്നെ ഒരാവേശം, കാരണം ഒരു ഭരണം കയ്യിലുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്, BJPക്ക് ഭരണം കയ്യിലുള്ള മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട്. അവിടെ അവർക്ക് തരക്കേടില്ലാത്ത ഒരു ശേഷിയുണ്ട്. അവർ ചില സാധ്യത മുൻകൂട്ടി കാണുന്നുമുണ്ട്. ഇപ്പം കണ്ടല്ലോ, ജിന്ന റോഡിൻ്റെ പേര് മാറ്റണം എന്നുള്ള ആവശ്യം അവിടെ ഉന്നയിക്കുന്നുണ്ട്. ചേറ്റൂർ ശങ്കരൻ നായരുടെ പേര് ഇടണമെന്ന് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ചേറ്റൂർ ശങ്കരൻ നായരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പാലക്കാട് അവർക്കൊരു പദ്ധതിയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായി ഈ വിഷയം അവർ അവതരിപ്പിക്കുകയാണ്. പക്ഷേ അത് RSS നേതൃത്വവുമായി കൃത്യമായി ആലോചിച്ചിട്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവർ ഹെഡ്ഗേവാറിൻ്റെ പേര് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് മുന്നിലേക്ക് വെക്കാൻ താല്പര്യപ്പെടുമായിരുന്നില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം RSS തന്നെ എപ്പോഴും പറയുന്നത് അവർ സ്വയം സേവകരാണ്. എല്ലാവരും അവർ നിസ്വാർത്ഥരാണ്. നിസ്വാർത്ഥത എന്നതുകൊണ്ട് തന്നെ RSSന്റെ ഒരു പ്രവർത്തകനായി ജീവിതാന്ത്യം വരെ പോകുന്ന ഒരാളുടെ പേര് അങ്ങനെ പ്രത്യേകിച്ചെടുത്ത് പ്രദർശിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു ആലോചനയൊക്കെ അവർക്ക് തന്നെയുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇതുവരെ സാധാരണ BJP അവരുടെ പദ്ധതികൾക്കൊക്കെ പേരിടുമ്പോൾ, അപ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ചില പദ്ധതികൾക്കൊക്കെ പേരിടുമ്പോൾ ആ പേരുകളിൽ ഉൾപ്പെടുന്നത് ഈ സംഘപരിവാർ നേതാക്കൾ തന്നെയാണ്. ഇവരൊക്കെ RSSകാർ തന്നെയായിരിക്കും. അവർ പക്ഷേ മറ്റ് പല മേഖലകളിലും പ്രവർത്തിച്ചവർ കൂടിയാണ്. ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഇപ്പോൾ BMS പോലെ അല്ലെങ്കിൽ മറ്റ് തൊഴിലാളി മേഖലയിലോ മറ്റു മേഖലയിലൊക്കെ പ്രവർത്തിച്ച് വന്നവരുടെ പേരുകളാണ് ഇടുക. ഹാർഡ് കോർ RSSന്റെ സ്ഥാപകൻ്റെ പേര് ഒരിടത്തും അവരിടാറില്ല. പക്ഷേ ഇവിടെ അത് ഇട്ടു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തെ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നു. ആരാണ് ഹെഡ്ഗേവാർ എന്നുള്ളത് ഇത്രമേൽ ഇന്ത്യയിൽ വേറൊരിടത്തും ഈ കാലത്ത് ചർച്ച നടക്കുന്നുണ്ടാവില്ല. ഇവിടെ ഇങ്ങനെ തുടർച്ചയായി ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് കേരളത്തിൽ BJPക്കാർക്ക് വരുന്ന വേറൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊല്ലത്ത് പൂരത്തിന് ഇവിടെ ഹെഡ്ഗേവാറിൻ്റെ പേര് വന്നതുകൊണ്ട് കൊല്ലത്ത് പൂരത്തിന് അവിടെ കുടമാറ്റത്തിന് ഹെഡ്ഗേവാറിൻ്റെ ചിത്രം ഉയർത്തി. വീണ്ടും ചർച്ച തുടങ്ങി. ഹെഡ്ഗേവാർ ആരാണ്? അപ്പോൾ ഹെഡ്ഗേവാർ RSSന്റെ സ്ഥാപകനാണ്. 1920-ലും 1930-ലും ഒക്കെ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അതിനുശേഷം RSSന്റെ സ്ഥാപനത്തിന് ശേഷം സ്വാതന്ത്ര്യ സമരത്തോട് പൂർണ്ണമായി വിട്ടുനിന്നയാളാണ്.
ഈ രാഷ്ട്രം ഈ നിലയ്ക്ക് രൂപപ്പെടുമ്പോൾ അതിൽ പ്രത്യേകിച്ച് പങ്കാളിത്തമൊന്നും അവകാശപ്പെടാനില്ലാത്തയാളാണ്. അപ്പോൾ അതായത് ഈ റിപ്പബ്ലിക്കിൻ്റെ ഇതിൽ രൂപപ്പെടലിൽ ഏതെങ്കിലും ഒരു പങ്കാളിത്തം അവകാശപ്പെടാനില്ലാത്തയാളാണ്. അതിനുശേഷം RSS സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടേയില്ല. ഇത് പിന്നെയും ചർച്ച ചെയ്യപ്പെടുകയല്ലേ? ഇത് RSS സത്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതെ അതെ. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തോന്നിയത് ഇന്നിപ്പോൾ ഹെഡ്ഗേവാറിനേക്കാൾ കൂടുതൽ വലിയ ചർച്ചയായത് ശിവരാജൻ്റെ പേരാണ് അവിടെ. അതായത് ഇന്നിപ്പോൾ ഒന്ന് ഈ പറയുന്ന പാലക്കാട് നഗരസഭയിൽ നമ്മൾ ഇന്ന് കണ്ട നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലുള്ള ദൃശ്യം സമീപകാലത്തൊന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ തദ്ദേശഭരണ സ്ഥാപനങ്ങളെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നോ വന്നിട്ടില്ല. അതിഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു, നമ്മളത് കണ്ടു. അവിടെയാണെങ്കിൽ ഈ ശിവരാജൻ യഥാർത്ഥത്തിൽ ഹെഡ്ഗേവാർ എന്ന് വെച്ചാൽ വളരെ സാത്വികനായിട്ടുള്ളൊരു നേതാവ്, RSSനെ ഹർഷൻ നേരത്തെ പറഞ്ഞ പോലെ RSSൻ്റെ ഏറ്റവും നിസ്വാർത്ഥനും വളരെ ഗംഭീരമായിട്ടുള്ള വളരെ ആദരണീയനായിട്ടുള്ള ആരെങ്കിലും ചീത്ത വിളിക്കുന്ന ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളായിട്ടാണ് RSSൻ്റെ നേതൃത്വം, RSSൻ്റെ പ്രവർത്തകർ ആകപ്പാടെയും കണക്കാക്കുന്നത്. ഏറ്റവും പരമമായിട്ടുള്ള പദവിയിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ തെറി വിളിക്കുക. അതായത് അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ തെറി വിളിക്കുകയാണ്. ഒരു ക്യാമറയും മൈക്കും ഒക്കെ മുന്നിലുണ്ടായിരിക്കെ ശിവരാജൻ എന്ന് പറയുന്ന നേതാവ് തെറിവാക്കുകളാണ് പറയുന്നത്. അത് നമ്മൾ ലൈവിലായതുകൊണ്ട് പോയി. ഇപ്പം നമ്മളെല്ലാവരും എല്ലാ മാധ്യമങ്ങളും മ്യൂട്ട് ചെയ്താൽ, പക്ഷേ നേരത്തെ തെറി വിളിക്കുന്നത് എയറിൽ പോയി. അപ്പോൾ അത് നിശ്ചയമായിട്ടും RSS ഇത്തരം കാര്യങ്ങളിൽ വളരെ സാത്വികമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരപ്പോൾ സ്വാഭാവികമായിട്ടും ഹർഷൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ RSS നേതൃത്വം ആകപ്പാടെ ഇത് ആഗ്രഹിക്കുന്നുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ആഗ്രഹിക്കുന്നില്ല. ഇത് വലിയ സ്ട്രാറ്റജിക് എററായി BJPക്ക്. അതായത് ഒന്ന് ഇനിയിപ്പോൾ ഇതിനകത്ത് പിന്നോട്ട് പോകാൻ പറ്റുമോ? അതായത് ഈ പേരിടാനല്ലേ പറ്റുമോ? അത് രാജ്യമാകെ ഇപ്പോൾ പറയാണ്, ശിവരാജൻ പറയാണ്, ഞങ്ങൾക്ക് അധികാരമുള്ള സ്ഥലത്ത് RSSൻ്റെ നേതാവിനെ ഞങ്ങൾ പേരിടും, നിങ്ങൾ ആരാ തടയാൻ എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ പിന്നോട്ട് പോകാൻ പറ്റില്ല. ആ പേരെവിടെ ഇട്ടാൽ, ഈ ബഡ്സ് സ്കൂളിൻ്റെ മുകളിൽ പേരിട്ടാൽ പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് അത് എല്ലാ കാലത്തും നിൽക്കും. ഈ പറയുന്ന പോലെ ഹെഡ്ഗേവാറിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം 1921 എന്ത് ചെയ്യുകയായിരുന്നു, 15 എന്ത് ചെയ്യുകയായിരുന്നു, 47 എന്ത് ചെയ്യുകയായിരുന്നു, എല്ലാം പ്രസംഗിക്കും. അവിടെയാണെങ്കിൽ ഈ വർത്തമാനം പറയാൻ നല്ല ശേഷിയുള്ള പാർട്ടിക്കാർ രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലെങ്കിൽ അപ്പുറത്ത് CPMൻ്റെ സരിനും അല്ലെങ്കിൽ MP രാജേഷും, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ മുഴുവൻ നന്നായിട്ട് സംസാരിക്കാനും ഈ ഹിസ്റ്ററിയൊക്കെ അറിയുന്ന ആളുകളാണ്. അപ്പോൾ എല്ലാ കാലത്തേക്കുമായിട്ട് കോൺഗ്രസ് BJP ഒരു ഹെഡ്ഗേവാർ അബദ്ധം ചെയ്തു എന്നാണ് എനിക്ക് ഈ സംഭവങ്ങളെല്ലാം കണ്ട് തോന്നിയത്. പക്ഷേ കഴിഞ്ഞ തവണ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പോലും ഈ ശിവരാജനൊക്കെ ഇങ്ങനെ അതിരുവിട്ടുള്ള വർത്തമാനത്തിലേക്കൊക്കെ പോകാൻ പാകത്തിന് RSSന് BJPയുടെ മേൽ അങ്ങനെ ഒരു കാൽക്കുലേഷൻ നടത്താൻ പറ്റിയിട്ടില്ലേ എന്ന് ഞാൻ സംശയിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തേത് കോൺഗ്രസ്സിന് BJPക്ക് അവിടെ 28 കൗൺസിലർമാരുണ്ട്. കോൺഗ്രസിന് വെറും 12 പേര് മാത്രമേ ഉള്ളൂ. ലീഗിന് 4, CPMന് 7, വെൽഫെയർ പാർട്ടിക്ക് 1. നല്ല ഭൂരിപക്ഷമുണ്ട് BJPക്ക്. അതുകൊണ്ട് BJPക്ക് ഇനിയിപ്പോൾ ഇത് നടപ്പാക്കിയെടുത്തേ പറ്റൂ. ഇതുമായി ഇതിൻ്റെ പിന്നാലെ വരുന്ന പ്രശ്നങ്ങളെല്ലാം സ്വന്തം നിലക്ക് നേരിടേണ്ടി വരും BJPക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ രണ്ടാമതുണ്ടായ പ്രശ്നം, അവിടെ ഈ ജിന്നയുടെ പേര് റോഡിലിട്ടിരിക്കുന്നു, അത് ചേറ്റൂർ ശങ്കരനാരുടെ പേരായിട്ട് മാറ്റണം എന്ന് ഈ ബഹളമൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു കാര്യം വളരെ സ്ട്രാറ്റജിക്കായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ജിന്നയുടെ പേര് ഇപ്പോൾ മാറ്റിയാൽ എന്ത് ചെയ്യും? കോൺഗ്രസ് ജിന്നയുടെ പേര് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ജിന്ന പാകിസ്ഥാൻ്റെ രാഷ്ട്ര സ്ഥാപനത്തിൻ്റെ നേതാവാണ്. ജിന്നയുടെ ഒരു ആഭിമുഖ്യവും കോൺഗ്രസിനില്ല. ഇവിടുത്തെ മുസ്ലിം ലീഗിന് പോലും ജിന്നയുടെ ആഭിമുഖ്യമില്ല. വേറൊരു കാര്യം കൂടിയുണ്ട്, ഇതിപ്പോൾ ഈ ഏതെങ്കിലും ഒരു ജിന്നയുടെ പേരാണോ എന്ന് പോലും നമുക്കറിയില്ല. ഇനി വേറെ വല്ല ജിന്നിൻ്റെ പേരിലോ മറ്റോ പേരിട്ടാണോ റോഡ്, ജിന്നിൻ്റെ പേര് പറഞ്ഞിട്ട് പേര് മാറിപ്പോയതാണോ, ഇതാർക്കറിയാം. അപ്പോൾ ഇങ്ങനൊരു തന്ത്രം എടുത്ത് മുന്നോട്ട് വെക്കുമ്പോൾ ഓക്കെ ഞങ്ങൾ റെഡിയാണ്, ജിന്നയുടെ പേര് മാറ്റി ചേറ്റൂർ ശങ്കരനാരുടെ പേരിടുമെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ ഞങ്ങൾക്ക് എതിർപ്പില്ലെന്ന് ലീഗ് പറഞ്ഞാൽ ഞങ്ങൾക്ക് എതിർപ്പില്ലെന്ന് CPM പറഞ്ഞാൽ ആ കേസ് അവിടെ കഴിഞ്ഞു. ജിന്നയുടെ പേര് നാളെ മുതൽ ആളുകൾ പിന്നെ ഇപ്പോൾ പുതുതായിട്ട് ചേറ്റൂരിൻ്റെ പേരിലേക്ക് മാറ്റിയ ജിന്ന റോഡ് എന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങും. അപ്പോൾ സത്യത്തിൽ ഇത് BJPക്ക് ഒരു നഷ്ടക്കച്ചവടമാകുന്ന പരിപാടിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. പേരൊക്കെ അവിടെ വരുമായിരിക്കും അവർ നിർബന്ധിച്ചാൽ, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ കോൺഗ്രസ് രസകരമായി കാര്യങ്ങളെ മുമ്പോട്ട് നീക്കുന്നുണ്ട്. ഇപ്പോൾ CPM ആദ്യം DYFI ആണ് ഇതിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. തന്ത്രപരമായി ഈ പേരിടാനുള്ള ഒരു ശ്രമം അവിടുത്തെ BJP നേതൃത്വം നടത്തിയപ്പോൾ ആണ്, അതായത് അതിൻ്റെ കത്തിൽ ഈ പേരിങ്ങനെ ഹെഡ്ഗേവാർ എന്നുള്ള പേരിട്ട് വന്നപ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ പേരിടുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോഴാണ് അവിടെ സമരം തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ അതിലേറ്റവും രസകരമായ ചില മൂവ് നടത്തുന്നത് കോൺഗ്രസ് നേതൃത്വം. അവിടുത്തെ എല്ലാവരും സമരരംഗത്തുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം വളരെ അഗ്രസീവായി ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടാൻ അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചിത്രത്തിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ K. സുധാകരൻ്റെ കമന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്, രാഹുലിനെ തൊടുന്നവന്റെ കൈ വെട്ടും എന്നുള്ള കമന്റാണ്. നേരത്തെ പറയാൻ പറഞ്ഞൊരു കാര്യം, അതായത് ഈ ടോട്ടൽ വിവാദം ആർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കുക വർഷം തോന്നുന്നവർക്ക്? ഇത് ആത്യന്തികമായി ഈ വിവാദമോ, ഈ വിവാദം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. അതിനകത്ത് കേശവ് ബലിറാം ഹെഡ്ഗേവാർ നാഗ്പൂരിലെ മോഹിതവാഡയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം സ്ഥാപിക്കുന്നത് 1925-ലാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം കരുത്താർജിക്കുന്ന കാലമാണത്. ബാലഗംഗാധര തിലകന്റെ പ്രഭാവത്തിൽ ആകർഷനായി ദേശീയ പ്രസ്ഥാനത്തിൽ ഭാഗഭാക്കായിരുന്ന ഹെഡ്ഗേവാർ ഈ സമയമായപ്പോഴേക്കും സ്വാതന്ത്ര്യ സമര നിരയിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയ ചരിത്രം.
അക്കാലമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പരിഗണനകൾ മാറിയിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി സഹകരിച്ച ഗാന്ധി മാർഗത്തോട് പിണങ്ങിയ ഹെഡ്ഗേവാർ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് RSS പ്രവർത്തകരോട് നിർദ്ദേശിച്ചത് 1930-ലാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് സംഘപ്രവർത്തകരെ ഹെഡ്ഗേവാർ വിലക്കിയതായി അദ്ദേഹത്തിന് ശേഷം സർസംഘചാലകായ ഗോൾവാൾക്കറും പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു പൊതുസ്ഥാപനത്തിന് ഹെഡ്ഗേവാറിൻ്റെ പേരിടുന്നതിനെ എതിർക്കുന്നവർക്ക് സുവ്യക്തമായ ന്യായങ്ങളുണ്ട്. ഇപ്പോൾ പിന്തിരിഞ്ഞു നോക്കാൻ RSSന് തന്നെ വലിയ താല്പര്യമില്ലാത്ത അവരുടെ സംഘടനാ ചരിത്രത്തിലെ ഒരു കാലത്തെ പൊതുചർച്ചയാക്കുക എന്ന സ്ട്രാറ്റജിക് എററാണ് BJP പാലക്കാട്ട് കാട്ടിയത് എന്ന് RDX കരുതുന്നു. തുനിഞ്ഞിറങ്ങിയതിനു ശേഷം പിന്തിരിയാനാകാത്ത നിലയിലായിരിക്കുന്നു അവർ. അതെന്തു തന്നെയായാലും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സ്വന്തം വിലമറന്ന് തമ്മിലടിക്കുന്നതും തെറി പറയുന്നതും ലജ്ജാകരമാണ്. നേതൃത്വം ഇടപെട്ട് ഇത് തിരുത്തുമെന്ന് RDX പ്രതീക്ഷിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക്.